ഇന്നലെ കേരളത്തിലെത്തിയ അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരുമെന്ന്. അത് നടക്കുമോ? ഇല്ല. ആ മൂപ്പര് വന്ന് ഈ നേതാക്കന്മാർ പൊതുവെ നടത്താൻ പ്രവർത്തനമുണ്ടല്ലോ, ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ചെങ്കൊടി വാങ്ങുന്നൊക്കെ, അതുപോലെ കുട്ടിയത്. ഇപ്പം ഞാൻ പണ്ട് നമ്മളിവിടെ കോൺഗ്രസ് കുടുംബമാണല്ലോ. അപ്പോൾ ഞാൻ സ്കൂളൊക്കെ പോകുന്ന സമയത്ത് CPM-ൻ്റെ നേതാക്കന്മാർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഒരു ദിവസം ചെങ്കൊടി പോകും. അപ്പം ഞാൻ ഒന്ന് വാപ്പാണ്ട് ചോദിച്ചു, പ്രധാനമന്ത്രി. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇത് എപ്പോഴായിരിക്കും സംഭവിക്കാം, നിനക്ക് നല്ല കാറ്റുണ്ടോയെന്ന് ചോദിച്ചു. അതുപോലെയാണ് അത്ര ഈ ഇലക്ഷനിൽ BJP സ്ഥിതി മെച്ചപ്പെടുത്തും. ഒരു 5 തൊട്ട് 10 വരെ സീറ്റുകൾ ഇവർ പരസ്പരം വലിച്ചു വാരിയിട്ടില്ലെങ്കിൽ നന്നായി പ്രവർത്തിച്ച് 5 തൊട്ട് 10 വരെ സീറ്റുകളെങ്കിലും അവർക്ക് ജയിക്കാൻ പറ്റും. അത് മതി കേരളത്തിലെ മൊത്തം സന്തുലാവസ്ഥ താഴും. ആ സന്തുലാവസ്ഥ ആയിരുമ്പോൾ ആര് വന്നാലും അവർക്ക് അത് കൂളായിട്ട് ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കൂളായിട്ട് ഭരിക്കാൻ പിന്നെ പ്രതിപക്ഷം ഒരു 5-10 പേര് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞു. ഇവർ നല്ല ആളുകളെ നിർത്തിയുള്ളല്ലോ. പ്രധാനപ്പെട്ട സീറ്റുകൾ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പണി അത്ര എളുപ്പമായിരിക്കില്ല. ശോഭാ സുരേന്ദ്രനെ അറിയാലോ. അപ്പം ആ രീതിയിൽ മാറ്റം കൊടുക്കും. പിന്നെ അതിൻ്റെ അടുത്ത ഇലക്ഷനിൽ BJPക്ക് ഒരു പക്ഷേ സാധ്യത വരാം. സാറിപ്പോൾ ഒറ്റ സംഖ്യ മാത്രമാണ് പ്രവചിക്കുന്നത്. 5 to 10 അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, അത് ഒന്നും കൂടി മണ്ണ് ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം അടുത്തൊരു തൂക്കും ഇങ്ങനെ 10 സീറ്റ് BJP പിടിച്ചാൽ വലിയ എക്കിലോപ്പ് എന്ന് തന്നെ മാറും. പക്ഷെ അത് വിചാരിച്ച് സുരേന്ദ്രൻ പറഞ്ഞ പോലെ 30 സീറ്റ് കിട്ടിയാൽ ഭരിക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല. അത് രാജീവ് ഇവർക്കൊക്കെ അറിയാം. അത് ഈ പറയുന്ന ഒരു ഹൈപ്പിന് വേണ്ടി പറയുന്നത്. അതിപ്പോൾ രാജീവാണെങ്കിൽ അങ്ങനെ പറയാതിരിക്കാൻ പറ്റിയില്ല. കാരണം അല്ലെങ്കിൽ പ്രവർത്തകരുടെ മൊബൈൽ നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, 2 കോർപ്പറേഷനും 10 മുനിസിപ്പാലിറ്റികൾ. അതൊക്കെ സാധ്യതയുണ്ട്. കോർപ്പറേഷൻ 2 വിചാരിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. നല്ല സ്ഥാനാർത്ഥികളെ നിർത്തണം, ഇട്ടയാ പ്രവർത്തനം കാഴ്ച വെക്കണം, സ്ട്രാറ്റജൈസ് ചെയ്യണം. എല്ലാ സ്ഥലത്തും മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ജയിക്കാവുന്നതിൻ്റെ പരമാവധി ആ രീതിയിൽ കാൻവാസ് ചെയ്യാൻ പറ്റണം വോട്ടുകൾ. 2 കോർപ്പറേഷനും 10 മുനിസിപ്പാലിറ്റിയും ഒരുപാട് പഞ്ചായത്തുകളൊക്കെ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. ഈ വിഭാഗീയത BJPയിൽ പുകയുന്നുണ്ടോ? കാരണം അത് ആ വിഭാഗീയതയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ. പിണറായി വിജയൻ വന്നതോടുകൂടി CPM-ൽ വിഭാഗീയത ഇല്ലാതായി എന്ന് പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി BJP വിഭാഗീയത ഇല്ലാതായി. ഇപ്പം എന്ത് വിഭാഗീയത കേൾക്കുന്നുണ്ട്? അല്ല, വിഭാഗീയത കൊണ്ടുനടന്ന ആരെങ്കിലും ഇപ്പം ആ രീതി കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അല്ല, മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിങ്ങൾ ജീവിക്കണ്ടേ? അത് പിന്നെ പല യൂട്യൂബ് ചാനലുകൾ ഇത് കൊടുക്കുന്ന നോക്കിയാൽ പോരെ, ഹെഡിങ് കൊടുക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞാലേ അടുത്ത നിങ്ങൾ സുരേഷ് ഗോപി തോൽക്കും ഫക്കുതി. കാരണം സുരേഷ് ഗോപി തോൽക്കും ഫക്കുതി പറഞ്ഞാലേ ആളുകൾ ശ്രദ്ധിക്കും. ഇപ്പോൾ ഞാൻ വന്നിട്ട് പറയാണ്, ഏതാണ് ആൻ്റോ ആൻ്റണി തോൽക്കും, അപ്പോൾ നിങ്ങൾ കൊടുക്കും ആൻ്റോ ആൻ്റണി ജയിക്കും. കാരണം ആൻ്റോ ആൻ്റണി തോൽക്കും എന്ന് ഞാൻ പറയുന്ന ആളുകൾ കരുതും. അപ്പോൾ അപ്പോൾ ഞാൻ ആൻ്റോ ആൻ്റണി ജയിച്ചു എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അത് നിങ്ങൾ പത്തക്കാരുണ്ടാക്കുന്നത്. BJPയിൽ ഇപ്പോൾ അങ്ങനെയുള്ള വിഭാഗീയതൊന്നുമില്ല. അത് നമ്മളെയൊക്കെ തന്നെ ടോക്കിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ നോക്കിയാൽ മതി. അത് വളരെ ചുരുക്കം കമൻറ്റുകളെ എതിരായിട്ട് വരാറുള്ളൂ. അതൊക്കെ BJP നന്നായി കാണുന്നതാണ്. ഇപ്പോൾ CPM-ൽ അന്നൊരു കാലഘട്ടത്തിൽ വിഭാഗീയത ഉണ്ടായിരുന്നു, ആദ്യ കാലഘട്ടം. പിണറായി അത് സിമെൻറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പം വിഭാഗീയത അല്ലല്ലോ. ഇപ്പോൾ കേന്ദ്ര നേതൃത്വവും വലിയ രീതിയിൽ തന്നെ കേരളത്തെ ശ്രദ്ധിക്കുന്നതായി തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അമിത്ഷായുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഇന്ന് തന്നെ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് പോകുന്നു. ഇതിനു മുൻപ് നമുക്കറിയാം PT ഉഷയെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. ആ രീതിയിൽ കൃത്യമായ ഒരു പരിഗണന, ഒരു ലക്ഷ്യം ഉള്ളതുപോലെ കേന്ദ്ര നേതൃത്വം. അത് അവർ മറ്റു സ്ഥലങ്ങൾ അവർ സിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. നോർത്തേൺ ഇന്ത്യ, വെസ്റ്റേൺ ഇന്ത്യ, പിന്നെ ഡെക്കാൻ പ്രദേശങ്ങൾ അവിടെയൊക്കെ സിമെൻറ്റ് ചെയ്ത്. ഇനി അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈസ്റ്റ് ഇന്ത്യയും, അതായത് ബംഗാൾ, ഒറീസയിൽ ഓൾറെഡി ഭരണത്തിൽ വന്നു കഴിഞ്ഞു. തെലുങ്കാന, കേരളം. അതിൽ തെലുങ്കാനയും കേരളവും ഫോക്കൽ പോയിൻ്റുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട് നോക്കുന്നുണ്ട്. തമിഴ്നാട് അത്ര എളുപ്പമല്ല, കേരളമാണ് കുറച്ചുകൂടി എളുപ്പം. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു എളുപ്പം എന്ന് പറയാൻ കാരണം? കേരളം കുറച്ചൊരു ഹിന്ദുത്വവാദം അല്ലെങ്കിൽ ഹിന്ദുയിസത്തിന് സ്ട്രോങ് ആയിട്ടുള്ള വേരോട്ടുള്ള സ്ഥലമാണ്. ഇവിടെയുള്ള പാർട്ടിക്കാരെ മക്കളെ പേരൊക്കെ എടുത്ത് നോക്കിയാൽ നളൻ, ദമയന്തി, അങ്ങനെ രീതിയിൽ പേര്, അനിരുദ്ധ്, പ്രണവ് എന്നൊക്കെ ആയിരിക്കും. തമിഴ്നാട്ടിലെ മക്കളെ പേരെടുത്ത് നോക്കിയാൽ സ്റ്റാലിൻ, നെപ്പോളിയൻ എന്നൊക്കെ ആയിരിക്കും. അത് നോക്കിയാൽ അല്ല, അങ്ങനെ പേര് സഖാക്കളുടെ മക്കൾക്കായിരിക്കും. എന്ത് ഈ ദമയന്തി പേരെല്ലാം അതന്നെ. ഇപ്പം സഖാ പിണറായിയുടെ മക്കളെ പേരെടുത്ത് നോക്കും, വീണ, പിന്നെ പയ്യൻ്റെ പേര് മറന്നു, കൊടിയേരിയുടെ മക്കളെ പേരെടുത്ത് നോക്കും, ബിനീഷ്, P ജയരാജൻ്റെ മക്കളെ പേരെടുത്ത് നോക്കും, സജിൻ. അപ്പോൾ ഒരു ഹിന്ദുയിസത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോഴും അത് സബ് കോൺഷ്യസിലെങ്കിലും ഹിന്ദുത്വമല്ല, ഹിന്ദുയിസത്തിന്. അല്ല, അത് കൃത്യമായി മുതലാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അതിന് തകർക്കാൻ കഴിയും. മുതലാക്കുന്നൊന്നല്ല, അതൊരു ബോധത്തിന്റെ ഭാഗമാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക്
സ്റ്റാലിനോ അല്ലെങ്കിൽ ലെനിന്നോ പേരിടേണ്ട ആവശ്യമില്ല. അതോടൊക്കെയാണ് എനിക്ക് പിണറായിനെയൊക്കെ ഇഷ്ടം. ചില വിവരമില്ലാതെ മക്കൾക്ക് അങ്ങനെ പേര് കൊറിയ വിയറ്റ്നാം പേരിട്ടിട്ടുണ്ട്. പിണറായി തമിഴ്നാട്ടിൽ കയറാം. തമിഴ്നാട്ടിൽ രണ്ട് തരത്തിലുള്ള പേരുകൾ നിങ്ങൾക്ക് കാണാം. ഒന്ന് ഈ പറഞ്ഞ സ്റ്റാലിൻ, റൂസ്വെൽറ്റ്, ക്ലിൻറ്റൺ, മൈക്ക് ടൈസൺ എന്നുള്ള പേരൊക്കെ കാണാം. അത് കൊടിയ ഈ പറഞ്ഞ ഹിന്ദു വിരോധമുള്ളവന്മാർ ഇടുന്നവരാണ്. പിന്നെ വേറെ ഒന്ന് കാണാൻ പറ്റുന്ന തമിഴ് പേരുകളുണ്ട്, ട്രഡീഷണൽ പേര് സംസ്കൃതൈസ് ചെയ്യാറ്. വൈരമുത്തു, ബെട്രിവേൽ, നമ്മളത്തെ കൊമേഡിയൻ ഉണ്ടല്ലോ വടിവേലു, വന്നിട്ടങ്ങേ ഇങ്ങനെയുള്ള പേരുകൾ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ വെച്ച് തമിഴ്നാട്ടിൽ BJP ഈ സഖ്യത്തിൽ വന്നു സീറ്റുകളൊക്കെ മുമ്പേ നേടിയിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിന് അത്ര എളുപ്പമല്ല. അവിടെ ദ്രവീഡിയൻ രാഷ്ട്രീയം എന്ന് വെച്ചാൽ തന്നെ ഹിന്ദുയിസത്തിനെതിരാണ്. ഹിന്ദുയിസത്തെ അവിടെ ഓടിക്കാൻ വേണ്ടിയിട്ട് ക്ലാഡ്വെൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറി, അയാളാണ് അവിടുത്തെ മിഷണറി ഒക്കെ ഉണ്ടാക്കിയത്. അയാൾ ഉണ്ടായിക്കൊണ്ടുവന്ന സാധനമാണ് അത്. ആളുകൾ അവിടെ വോട്ടഡായി. ഇപ്പം അതൊരു ആ മിഷണറി സാധനം അല്ല അത്. അതിന് ഭാവിയിൽ തമിഴ്നാട് വലിയ വില കൊടുക്കേണ്ടി വരും. പക്ഷെ ഇപ്പം അത് വളരെ പവർഫുള്ളാണ്. അതിനെ കത്തിക്കുന്ന രീതിയിലാണ്. ഇപ്പം നേരെ അവിടെ പോയി മോഡിയുടെ കാലിൽ വീണ് എന്താ പുരുഷനെ രക്ഷിക്കണമെന്ന് അത് കരയുമ്പോൾ ഇപ്പോൾ ഇത് വന്നിട്ട് പറയുന്നത് സ്റ്റാലിൻ്റെ മോനെല്ലാം കേസ് കിടക്കുകയാണ്. ഇപ്പോൾ തോന്നുന്നത് അതിശക്തമായ ആൻറ്റി ഇന്ത്യ, ആൻറ്റി ഹിന്ദി പറയുന്ന ആളുകൾ. അപ്പോൾ മലയാളത്തിനെക്കാട്ടും കൂടുതൽ ഹിന്ദി വേർഡുകൾ ഉള്ളത് ഈ തമിഴിലായിരിക്കും, നോക്കിയാൽ മതി. അപ്പോൾ അവിടെ തിരിച്ചു പോകാന്നുള്ള വാപ്പസ് എന്നാണ് പറയുക. വാപ്പസും തമിഴ് ഹിന്ദി വേർഡല്ലേ. അപ്പം അങ്ങനെ പലതും ഉണ്ട് അവരുടെ ഇടയിൽ. അപ്പം മാത്രമല്ല അവരുടെ വീക്ഷണം എന്ന് വെച്ചാൽ തമിഴ് വീക്ഷണത്തെക്കാട്ടും കൂടുതൽ വെസ്റ്റേൺ വീക്ഷണമാണ്. തമിഴ് വീക്ഷണം പോലെ. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. സാർ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ BJP 5 മുതൽ 10 സീറ്റുകൾ വരെ നേടുകയാണെങ്കിൽ അത് ആർക്കാണ് നഷ്ടം? UDFന്റെ സീറ്റുകളോ ആരെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗത്ത്? മുമ്പാണെങ്കിൽ UDF എന്ന് പറയാമായിരുന്നു. ഇപ്പം കഴിഞ്ഞ തൃശ്ശൂരത്തെ റിസൾട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റില്ല എങ്ങനെ പോകും. ഇഴവ വോട്ടുകളിൽ സ്പ്ലിറ്റ് വന്നു കഴിഞ്ഞാൽ CPM ഭയങ്കര അടി വരും. ആറ്റിങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ CPMന്റെ സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ സമയത്ത് മാത്രം വരുന്ന ആളുകളല്ല, അവരാ നാട്ടിൽ ഫുൾ ടൈം ഉണ്ടാവുന്നവരാണ്. അതുകൊണ്ട് CPM ആ രീതി വലിയ രീതിയിൽ ഒരുപക്ഷെ സ്വാധീനിച്ചൊന്നും വരില്ല. നഷ്ടം UDFനായിരിക്കും. UDFനാണ്. BJP ഉള്ളത് പൊതുവേ നഷ്ടം UDFനാണ്. കാരണം ഇവർ ഒരേ വോട്ട് ബാങ്കാണ് പൊതുവെ പങ്കുവെക്കുന്നത്. ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്ക് മാത്രമേ അല്ലാതെ ഉള്ളൂ. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്, നായർ വോട്ട് ബാങ്ക്, പിന്നെ അതുപോലെ എലീറ്റ് ഇഴവ വോട്ട് ബാങ്ക്. ഇതാണ് ഇവർ പരസ്പരം പങ്കുവെച്ചു. അല്ല, ഈ UDFൽ പറഞ്ഞ പ്രതിസന്ധി BJPയിലുണ്ട്. ഇപ്പോൾ ലോക്സഭയുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ 11 ഇടത്താണ് ഒന്നാം സ്ഥാനമുള്ളത്. അപ്പോൾ അവിടെയെല്ലാം കൃത്യമായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും BJP കഴിയണം. സ്ഥാനാർത്ഥിയൊക്കെ അവർക്കുണ്ട്. മറ്റുള്ളവർ പാലം ഭരിക്കാതിരുന്നാൽ മതി. പ്രധാനമായിട്ട് വട്ടിയൂർക്കാവ് കൃഷ്ണകുമാർ നല്ല സ്ഥാനാർത്ഥി. എസ്പെഷ്യലി ദിയയുടെ വിഷയം കൂടെ വന്നതോടുകൂടി കൃഷ്ണകുമാറിന് ഇമേജ് കൂടിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നിർത്തിയ കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥിയെങ്കിൽ നല്ല മത്സരം കാഴ്ചവെച്ചാൽ ജയിക്കാൻ പറ്റും. ഓപ്പോസിറ്റ് പ്രശാന്ത് ആണെങ്കിലേ അത് ടൈറ്റ് ആവുള്ളൂ. പ്രശാന്തിൻ്റെ രാഷ്ട്രീയത്തിന് പുറമെ ആളുകൾക്ക് ഇഷ്ടമാണ്. പക്ഷേ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾ. പിന്നെ നേമത്താണ് രാജീവ് ചന്ദ്രശേഖരൻ. അതൊരു അർബൺ മണ്ഡലമാണ്. രാജീവിന് ഈ ഇലോൺ മാസ്കിൻ്റെ ഒരു ഇമേജ് ഉള്ളതുകൊണ്ട് രാജീവ് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കഴക്കൂട്ടത്ത് മുരളി നമ്മൾ ഈ BJPയിലെ ഏറ്റവും കഴിവിട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. മുരളീൻ്റെ പേരിൽ പിന്നെ ഗ്രൂപ്പുകളൊക്കെ മുരളീൻ്റെ അനുയായികൾ ഉണ്ടാക്കിയെന്നല്ലാതെ പിന്നെ ആശ്രിത വത്സനാണ് എന്നൊക്കെയുള്ള ചില പ്രശ്നങ്ങളെല്ലാം മുരളി വളരെ കഴിവിട്ട് നമ്മൾ പ്രത്യയശാസ്ത്രപരമായിട്ട് ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുമാണ്. പിന്നെ സിമ്പിളുമാണ്. മുരളി ഫുൾ ടൈം അവിടെ ഉണ്ട്. കേന്ദ്രമന്ത്രി ചെയ്യുമ്പോൾ മുരളി അവിടെ ഉണ്ടാകും. ഞാൻ പൊതുവെ കാര്യവട്ടത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കാണാം ഒരു പിന്നെ സ്റ്റേറ്റ് കാത് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സാണ് LDFിൽ പല ആളുകൾ നമ്മൾ പരിചയക്കാരൊക്കെ ഉള്ളത്. അവരായിരിക്കും നോക്കുമ്പോൾ അതായിരിക്കും മുരളി തന്നെ ആയിരിക്കും. ആ മുരളി അവിടെ ഉണ്ട്. പിന്നെ ഈ സൗത്ത് മണ്ഡലം ശ്രീശാന്ത് തന്നെ 37-40 വോട്ട് പിടിച്ചിട്ടുണ്ട് അവിടെ. അവിടെയും നല്ലൊരു സ്ഥാനാർത്ഥി ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള നല്ല സ്ഥാനാർത്ഥി നോക്കിക്കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും. അതുപോലെ കാസർഗോഡ് 2 സീറ്റുകൾ, സെൻട്രൽ ട്രാവൻകൂറിലും തൃശ്ശൂരിലും. ഇപ്പോൾ തൃശ്ശൂർ സിറ്റി ആണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു ഗോപാലകൃഷ്ണൻ നല്ല സ്ഥാനാർത്ഥി. ഗോപാലകൃഷ്ണൻ മുമ്പാടെ മത്സരിച്ചാൽ നല്ല ഒരുപാട് വോട്ട് പിടിച്ചതാണ്. പിന്നെ ഗോപാലകൃഷ്ണൻ ഇതിലേക്ക് മത്സരിച്ച് ഒരു ഗ്രൂപ്പ് കളിച്ച് ഗോപാലകൃഷ്ണൻ തോൽപ്പിച്ചിട്ടുണ്ട്. അതായത് വേറെ റിയാസിനെ പണ്ട് തോൽപ്പിച്ച പോലെ തോൽപ്പിച്ചിട്ടുണ്ട്. അതിൽ കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനെ സ്ഥാനാർത്ഥിയുടെ നിർണായകമാണ്. പിന്നെ 2 അടി ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഈ കുമ്മനത്തിന് ജയിക്കുന്ന ഒരു സീറ്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം കുമ്മൻ RSSകാർക്ക് ഒരു വീക്ക് പോയിന്റാണ്. അത് ഏത് സീറ്റ് എന്നൊക്കെ ഈ 2 സീറ്റിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ ഇവർ തന്നെയാണ് നല്ലത്. ഒന്ന് കൃഷ്ണകുമാർ നാട്ടുകാരന് ഇപ്പം കൃഷ്ണകുമാറിനുള്ള ഇമേജ്, പിന്നെ രാജീവ് ചന്ദ്രശേഖരനുള്ള ഇമേജ്. കുമ്മനത്തിന് കൊടുക്കാൻ സെൻട്രൽ ട്രാവൻകൂറിൽ ഏതെങ്കിലും സീറ്റിലൊക്കെ കുമ്മനത്തിന് നിർത്തിയെന്ന് ചോദിച്ചു. കാരണം കുമ്മനത്തിന് സാമുദായിക സംഘടനകളെ ഭയങ്കര സ്വീകാര്യതയുണ്ട്. അവിടെ ഏതെങ്കിലും ജയിക്കാൻ പറ്റുന്ന സീറ്റിൽ അനൂപ് ആന്റണി, തിരുവല്ല, അവിടെയൊക്കെ അനൂപ് ആന്റണി ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കണം. അല്ല അനൂപ് ആന്റണിക്ക് വരെ അനിൽ ആന്റണിനെ സ്ഥാനാർത്ഥിയാക്കുന്ന പരിപാടി കൊണ്ടുവന്ന കാര്യമില്ല.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.